എല്ലാവർക്കും ജയൻ. തുടർച്ചയായിട്ട് മൂന്നാമത്തെ പരാജയമാണ് പാകിസ്ഥാന് കിട്ടിയിരിക്കുന്നത്. അവരെ തോൽപ്പിച്ചത് ഇന്ത്യക്കാര്. അതെന്ന് പറഞ്ഞാൽ മിലിറ്ററി, സർക്കാർ, ഗവൺമെന്റ്, നമ്മുടെ ഇന്ത്യൻ ജനത, ഇതിനെ എല്ലാതും നോക്കിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ജനത. നമ്മുടെ വിജയമാണ് ഇതുവരെ ഉണ്ടായിരിക്കുന്നത്. അത് പാകിസ്ഥാന്റെ ഒബ്ജക്റ്റീവും അവരുടെ ചെയ്യാവുന്ന കാര്യങ്ങളും അത് നടക്കാത്തതാണ് എന്നുള്ള ഒരു സത്യാവസ്ഥ അവർക്ക് ബോധമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യാൻ സമയമെടുക്കും. നമ്മൾ ഇത് നിർബന്ധിച്ച് ചെയ്ത ഒരു ഓപ്പറേഷനാണ്. അതിന് പലതവണ പറയേണ്ട കാര്യമില്ല. എങ്കിലും ഫേസ് 1 നമ്മൾ അവർക്കൊരു തിരിച്ചടി കൊടുത്തു. ഈ പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് എതിരായിട്ട് നമുക്കത് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞ പോലെ വി ഹാഡ് ടു ഡു ഇറ്റ്, നമുക്കത് ചെയ്തേ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കി പാകിസ്ഥാൻ അത് സഹിച്ച് മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതായിരുന്നു അതിന്റെ പ്രാക്ടിക്കൽ വേ. ബട്ട് അവർക്ക് പാകിസ്ഥാന്റെ ആർമിയുടെ ഒരു ഇമേജ് പബ്ലിക്കിന് കൊടുത്തിരിക്കുന്നത് ഇന്ത്യ ഒരു രാക്ഷസനാണ്, ഒരു ഭീകരജീവിയാണ്, അവരില്ലെങ്കിൽ, പാകിസ്ഥാൻ മിലിറ്ററി ഇല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ പാകിസ്ഥാനെ ഇന്ത്യയിലേക്ക് ആക്രമിച്ച് കീഴ്പ്പെടുത്തും എന്നുള്ള രീതിയിലും, പിന്നെ മതത്തിനെതിരായിട്ടുള്ള കുത്തുവയ്പ്, ഇങ്ങനെ ഒരു വലിയ ഹവായിട്ടാണ് ഇന്ത്യയെ വെച്ചിരിക്കുന്നത്. പക്ഷേ ആർമിയിൽ ഇത്രയും വർഷം ജോലി ചെയ്ത് എനിക്കറിയാം, നമുക്ക് ഡിഫെൻസീവ് സ്ട്രാറ്റജിയാണ് മെയിൻ ആയിട്ടുള്ളത്. അതിനോട് കൂടിയിട്ടുള്ള എന്തെങ്കിലും ഒഫെൻസീവായിട്ട് അറ്റാക്കോ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ പാകിസ്ഥാൻ നമ്മൾ ഒരിക്കലും ഒരു അത് എടുക്കണമായിരുന്നെങ്കിൽ പണ്ടേ എടുക്കാമായിരുന്നു. അത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ പെട്ടതല്ല അങ്ങനെയുള്ള ഒരു ഇത്. പക്ഷേ പാകിസ്ഥാന്റെ നിലനിൽപ്പ്, പാകിസ്ഥാൻ ആർമിയുടെ നിലനിൽപ്പ് ആന്റി ഇന്ത്യൻ സ്റ്റാൻസ് മാത്രമാണ്. പിന്നെ ഈ ആദ്യത്തെ ദിവസം 9 ലൊക്കേഷൻ അവരെ നമ്മുടെ ക്ലിനിക്കൽ സ്ട്രൈക്ക് ചെയ്തു. നമ്മൾ വിചാരിച്ചതെല്ലാം നശിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പോറലും ഏൽപ്പിക്കാൻ അവർക്ക് പറ്റിയില്ല. അപ്പോൾ അജയമെന്ന് പബ്ലിക്കിനെ വിശ്വസിപ്പിച്ചിരുന്ന അവരുടെ രക്ഷാകവചം ഒന്നുമല്ല എന്ന് പബ്ലിക്കിന് മനസ്സിലായി. അപ്പോൾ അതിനുവേണ്ടി അപ്പോൾ ആർമിയോട് ചോദിക്കും, ഇത് നിങ്ങളോട് എന്താണ് ഈ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഒരു ഓപ്റ്റിക്സിന് പബ്ലിക്കിനെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു തിരിച്ചടി, ഒരു റെസ്പോൺസ് നമ്മൾ ഏതായാലും എക്സ്പെക്ട് ചെയ്തിരുന്നതാണ്. വളരെ 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 പെട്ടെന്ന് ഞാൻ തിരികെ എത്താം. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം എന്നത് വിവരമാണ് വരുന്നത്. എന്തായാലും ജെയ്ഷെ മുഹമ്മദിലെ ഭീകരരാണ് വധിച്ചിരിക്കുന്നത്. 7 പേരെയാണ് വധിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഈ സമയത്തും ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റത്തിലുള്ള ശ്രമങ്ങൾ ജെയ്ഷെ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ, ഭീകര സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ 7 പേരെയാണ് ഇപ്പോൾ BSF വധിച്ചിരിക്കുന്നത്. അവരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തിയിരിക്കുന്നു. 7 പേരെയും വധിച്ചിരിക്കുന്നു. സാംബയിലാണ് ഇങ്ങനെ നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തിയത്. ആ 7 ഭീകരരെയാണ് ഇപ്പോൾ വധിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരമായി പുറത്തു വരുന്നത് അത് തന്നെയാണ്. അതായത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അതിർത്തി മേഖലകളിൽ തുടർച്ചയായ പ്രകോപനം ഉണ്ടാവുകയും അതിനിടെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്യുന്ന അതേ സമയത്ത് തന്നെ പാകിസ്ഥാനിൻ സൈന്യം ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ കൂടി പ്രവേശിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുന്നു. നേരത്തെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പഹൽഗാമിന് ശേഷം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലടക്കം തീവ്രവാദ ആക്രമണം നടത്താൻ തീവ്രവാദ സംഘടനകൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. അങ്ങനെ കൂടുതൽ തീവ്രവാദികളെ ഇന്ത്യയുടെ അതിർത്തി കടത്തി വിടുവാനുള്ള നീക്കം, അതിന് സൈന്യത്തിന്റെ ഒത്താശയുണ്ട്. അത്തരം നീക്കങ്ങൾ കൂടി നടക്കുന്നു എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് തുടർച്ചയായി ഷെൽ ആക്രമണം നടത്തുന്നുണ്ട്. പൂഞ്ച് മേഖലകളിൽ, രജൌരി മേഖലയിൽ, ഉദ്ധംപൂരിൽ, ജമ്മു മേഖലയിൽ, അഖ്നൂരിൽ, സാംബയിൽ, പത്താൻകോട്ടിൽ അടക്കം ആക്രമണത്തിനുള്ള നീക്കങ്ങൾ ആണ് പാകിസ്ഥാൻ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെയാണ് ഈ മേഖലകളിലൂടെ നമ്മൾ ആവർത്തിച്ചു വ്യക്തമാക്കിയതാണ്. അതായത് ഭൂമിശാസ്ത്രപരമായി പാകിസ്ഥാന് കുറച്ച് അനുകൂലമാകുന്ന പ്രദേശങ്ങൾ ഈ അതിർത്തി മേഖലകളിൽ ഉണ്ട്. ആ അതിർത്തി മേഖലകളിലൂടെ ഇന്ത്യയുടെ സൈന്യത്തിന്റെ കണ്ണു വെട്ടിച്ച് ഇന്ത്യ പാക് സൈനികർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അല്ലെങ്കിൽ നേർക്കുനേർ നിൽക്കുമ്പോൾ അതിന്റെ മറവിലൂടെ കൂടുതൽ തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് പ്രവേശിപ്പിക്കുക, അതാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. അങ്ങനെ നടക്കുന്ന ശ്രമങ്ങൾ അടക്കം ഇന്ത്യൻ സൈന്യം ഇപ്പോൾ ചെറുക്കുന്നു എന്നുള്ളതാണ്. സാംബയിൽ ആണ് ഇത്തരത്തിൽ 7 ഭീകരവാദികളെ വധിക്കാൻ, 7 തീവ്രവാദികളെ വധിക്കാൻ ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചിട്ടുള്ളത്. ഒരു ഭാഗത്ത് പാകിസ്ഥാൻ അതിർത്തിയിൽ ആക്രമണം അഴിച്ചുവിടുന്നു. അതോടൊപ്പം തന്നെയാണ് ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖലകളിൽ, പ്രധാനപ്പെട്ട
പ്രദേശങ്ങളെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒപ്പം ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ നുഴഞ്ഞു കയറ്റുവാനുള്ള ശ്രമവും നടക്കുന്നു. ഈ 3 ശ്രമങ്ങൾ ആണ് ഇന്ത്യൻ സേന ഒരേ സമയം തടഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ ചണ്ഡീഗഡിൽ ഇപ്പോൾ സൈറൻ മുഴങ്ങിയിട്ടുള്ളത്. അതായത് പാകിസ്ഥാൻ എന്ന തെമ്മാടി രാഷ്ട്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടാകാം എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതാ ഈ ശബ്ദം അല്പസമയം മുമ്പ് ചണ്ഡീഗഡിൽ ഉയർന്നു കേട്ട ശബ്ദമാണ്, സൈറൻ മുഴക്കിയ ശബ്ദമാണ്. അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചണ്ഡീഗഡിൽ ഇത്തരത്തിൽ, അതായത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വ്യോമാക്രമണത്തിനുള്ള സാധ്യതയുണ്ട്. അത്തരം വ്യോമാക്രമണങ്ങളെ ചെറുക്കുവാനുള്ള സംവിധാനം നമുക്കുണ്ട്. സുദർശൻ ചക്ര എന്ന നമ്മുടെ പ്രതിരോധ സംവിധാനം, മിസൈൽ പ്രതിരോധ സംവിധാനം, അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ക്രിയാത്മകമായി പ്രവർത്തിച്ചിരുന്നു എന്നത് വ്യക്തമായതാണ്. 50ഓളം ഡ്രോണുകൾ അടക്കം നിർവീര്യമാക്കുന്നതിന്, നേരത്തെ കിരൺ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യയിലേക്ക് തൊടുത്തുവിടുന്ന പല ആയുധങ്ങളും അത് ഇന്ത്യയിലേക്ക് എത്തുന്നു പോലുമില്ല. പാകിസ്ഥാന്റെ മണ്ണിൽ വെച്ച് തന്നെ തകർക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ നമുക്കുണ്ട്. അപ്പോഴും ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. ഏത് തരത്തിലുമുള്ള നീക്കങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് പോലും അപകടമുണ്ടാകാത്ത തരത്തിൽ രാജ്യത്തെ ജനങ്ങൾ സുരക്ഷിതരായിരിക്കേണ്ട സമയം കൂടിയാണ്. സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സമയം കൂടിയാണ്. സ്വയം നമ്മൾ ഓരോരുത്തരും സൈനികരായി മാറേണ്ട സമയം കൂടിയാണിത്. അത്തരത്തിൽ നേരത്തെ തന്നെ ഇന്ത്യ വിവിധ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി, മോക്ക് ഡ്രില്ലുകൾ നടത്തി. ഈ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ട സമയം കൂടിയാണ്. ബ്രിഗേഡിയർ വേണുനായർ തുടരുന്നുണ്ട്. ശ്രീ വേണുനായർ, ഇപ്പോൾ ഈ അന്താരാഷ്ട്ര തലത്തിൽ അടക്കമൊക്കെയുള്ള ഇടപെടൽ പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വിവരം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഏറെ നിർണായകം കൂടിയാണ്. കാരണം പാകിസ്ഥാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് IMF-ൽ നിന്ന് അടക്കമുള്ള ലോണിന്റെ സഹായത്താൽ ആണ്. അതിന്റെ അടുത്ത ഗഡു നൽകുന്നത് സംബന്ധിച്ച തീരുമാനം എടുക്കേണ്ട ദിവസം ഇന്നാണ്. ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം വായ്പകൾ അവസാനിപ്പിക്കണം. ഈ വായ്പകൾ തീവ്രവാദികൾക്ക് വെള്ളവും വളവും ഒഴിച്ച് വളർത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്ന് ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിലടക്കം സമ്മർദ്ദം ചെലുത്തുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെടുമ്പോഴും അമേരിക്ക വ്യക്തമാക്കുന്നത് ഇതിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ സാധിക്കില്ല. അത് 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. ഭീകരവാദത്തിനെതിരെ പോരാടുവാൻ ഇന്ത്യക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇന്ത്യക്ക് അത് തുടരാവുന്നതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ചെറുത്തുനിൽപ്പുകളെ, അതായത് തീവ്രവാദ കേന്ദ്രങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ചെറുത്തുനിൽപ്പുകളെ തടയിടാൻ മറ്റു രാജ്യങ്ങളും തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? അതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കൂടെ. ഇപ്പൊ നുഴഞ്ഞുകയറ്റത്തിന്റെ കാര്യത്തെ പറ്റി ന്യൂസുകൾ പറഞ്ഞല്ലോ. അതെ, സാംബയിലാണ് നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജെ&കെയില് വർഷങ്ങളോളം ഈ ഏരിയയിൽ, സാംബയിലും ഞാൻ അന്നത്തെ പീസ് ഏരിയ ആയിരുന്നു. അന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ 91-94 കാലഘട്ടത്തിൽ കാശ്മീർ താഴ്വര ഏരിയയിലുണ്ടായിരുന്നു. അതിനു മുമ്പ് 78-80-ലേക്കാണ് ഇവിടെ ഉള്ളത്. ഈ സാംബ എന്ന് പറയുന്നത് ലൈൻ ഓഫ് കൺട്രോളിന്റെ താഴെ ഇന്റർനാഷണൽ ബോർഡർ വരുന്ന സ്ഥലങ്ങളാണ്. പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള ഇന്റർനാഷണൽ ബൗണ്ടറി ഉള്ള ബൗണ്ടറി പില്ലേഴ്സ് സർവേ ചെയ്ത് നിശ്ചയിച്ചിട്ടുള്ള രേഖയാണ്. അപ്പോൾ അവിടെ മുൻനിരയിൽ നിൽക്കുന്നത് നമ്മുടെ സൈഡിൽ നിന്ന് BSF ആണ്. അതാണ് BSF അവരെ ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. മറ്റേ പാകിസ്ഥാന്റെ സൈഡിലുള്ളത് റേഞ്ചേഴ്സ് ആണ്. ഇത് ഒരു സ്ട്രാറ്റജി പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മിലിറ്ററിയെ അണ്ടർ പ്രഷർ കൊണ്ടുവരുമ്പോൾ LCയിൽ ഇപ്പോൾ കംപ്ലീറ്റ് ആർമിയാണ്. എയർഫോഴ്സ് എല്ലായിടത്തും എയർ ഡിഫൻസും റൺവേ റെഡിനെസ്സിലും ഒക്കെ ആയിട്ട് അവർ നിൽക്കുന്നുണ്ട്. നേവി കറാച്ചി പോർട്ടിനോട് അവിടെ ഒരു എക്സസൈസോ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എത്രയും ഭീകരരെ ജെ&കെയിലേക്ക് അയച്ച് ഇൻസൈഡ് നമ്മുടെ സപ്ലൈ ലൈൻസ്, നമ്മുടെ അധികം സുരക്ഷ കുറഞ്ഞ മിലിറ്ററി ഇല്ലെങ്കിൽ പാരാമിലിറ്ററി ഇൻസ്റ്റലേഷൻസിനെയൊക്കെ സബട്ടാജ് ചെയ്യാനും ഒക്കെ ശ്രമങ്ങൾ നടത്തും. അത് അവരുടെ സ്ട്രാറ്റജിയിൽപ്പെട്ടതാണ്. അത് നമ്മുടെ ഡോഡ, കിഷ്ത്വാർ ആ ഏരിയയിലൊക്കെയാണ് വളരെ കമ്മ്യൂണിക്കേഷൻ കുറവാണ്. മലകളും ദുർഘടമായ വഴികളാണുള്ളത്. അപ്പോൾ അത് അങ്ങനെയുള്ള സ്ഥലത്ത് കൂടി ഇങ്ങനെ ഒരു ആംബിഷ് നടത്താൻ അവർ പരിശ്രമിക്കും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഓൾറെഡി നമുക്കെല്ലാം അറിയുന്നത് പോലെ എനിക്ക് പറയാൻ പറ്റും.
ഓൾറെഡി ഒരു 100 കൂടുതൽ ആൾക്കാർ ഈ 2, 3, 4 ആളായിട്ട് പല സ്ഥലങ്ങളിലുമുണ്ട്. ഈ ഓവർഗ്രൗണ്ട് വർക്കേഴ്സിന്റെ സപ്പോർട്ട് കൂടി ഇപ്പോൾ പൂഞ്ച് രജോരി, റിയാസി ഏരിയയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഫോറസ്റ്റ് ആണ്, അണ്ടർഗ്രോത്ത് ഉള്ളതാണ്, പലയിടത്തും നാച്ചുറൽ കേവ്സ് ഉള്ളതാണ്. അതിൽ നിന്നൊക്കെ ആളുകൾ പിന്നെ അവർ കമ്മ്യൂണിക്കേഷൻ വലിയ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കൺട്രോള് സാറ്റലൈറ്റ് ഫോണും വളരെ സിഗ്നേച്ചർ കുറവായ കമ്മ്യൂണിക്കേഷൻ, എന്നാലും വേണ്ടത്ര ഓപ്പറേഷന് വേണ്ടത്ര ഡയറക്ഷൻസ് കൊടുക്കാനൊക്കെ ഉള്ള കേപ്പബിലിറ്റി അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിനുണ്ട്. ISI അത് സ്ഥിരപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടം ഇപ്പോൾ കയറാൻ നോക്കിയവരെയാണ് BSF എഴുതിച്ചിട്ടിരിക്കുന്നത്. അത് എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. അത് ഫ്രണ്ട് ലൈനിൽ BSF ഇപ്പോൾ അവിടെ നോക്കുന്നത് പോലെ ജിയാൻഗയുടെ മറ്റ് ഏരിയകളിൽ രാഷ്ട്രീയ റൈഫിൾസ് ഉണ്ട്. അവർ ആന്റി ടെററിസ്റ്റ് ആ ഗ്രിഡിലാണ് അവരുള്ളത്. ഇനി വരാൻ നമ്മുടെ പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി. ഇത് 25ാമത്തെ ട്രാൻച്ച് എന്നാണ് പറയുന്നത്. അവരുടെ ഗഡുവ് ആണ് അവർക്ക് ഇപ്പോൾ റിവ്യൂ ഇന്ന് നടക്കേണ്ടത്. ഏതാണ്ട് 7 ബില്യന്റെ ഒരു പാർട്ടായിട്ടുള്ളതാണ്. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാവുന്ന കാര്യമാണ്, അവരുടെ ദൈനംദിന ജീവിതത്തിനും ഭരണത്തിനുമുള്ള കാര്യത്തിനു വേണ്ടി അവര് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പിറക്കം പായുകയാണ്. അതിൽ കൂടുതലും പോകാൻ പോകുന്നത് ഈ ഡെറ്റ് സർവീസിങ് ആൻഡ് പലിശ ഇതുവരെ എടുത്ത ഫണ്ടിന്റെ പലിശയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ സ്വന്തം ദൗർബല്യങ്ങൾ മനസ്സിലാക്കാതെ അകാരണമായിട്ട് അടുത്ത ഒരു നല്ല അയൽക്കാരനെ ശല്യപ്പെടുത്താനുള്ള ഇതാണ് അവരുടെ, അതിന്റെ നിലനിൽപ്പിനെ പറ്റി നമ്മൾ ആദ്യം തന്നെ അതാണല്ലോ ഇവിടെ ശ്രീ വേണുഗോപാൽ, ഇവിടെ ഉണ്ടാകുന്ന ഒരു സംശയം, പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും പ്രകോപനങ്ങൾ തുടരുന്നുണ്ട്, പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്ത് നിന്നാണ്. ഇപ്പോൾ ഈ പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ആണ് ഞാൻ താങ്കളോട്, അതായത് അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടണം എന്ന തരത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടുത്തെ പ്രതിരോധ മന്ത്രി, അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കറിയാം, പലപ്പോഴും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അടക്കം വളരെ വിചിത്രമായ മറുപടികൾ നൽകുന്ന ഒരാളാണ് ഈ ഖ്വാജ ആസിഫ്. അതാണല്ലോ ഇന്ത്യയുടെ ജെറ്റ് വിമാനങ്ങൾ അടക്കം 5 വെടിവെച്ച് വീഴ്ത്തിയെന്നത് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. എവിടെ അതിന് തെളിവുകൾ എന്നതിന് അദ്ദേഹം നൽകിയ മറുപടി വിചിത്രമായിരുന്നു. അതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ദൃശ്യങ്ങളുണ്ട് എന്നതായിരുന്നു മറുപടി. പക്ഷേ ഈ ഖ്വാജ ആസിഫ് ഇപ്പോഴും തുടരുന്ന പ്രകോപനം എന്നത് ആണവായുധങ്ങളടക്കം ഞങ്ങളുടെ പക്കൽ ഉണ്ട്, അതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാൻ എന്നത് 12ാമത്തെ സൈനിക ശക്തി ആണല്ലോ ഒരു പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതിനനുസരിച്ചുള്ള ഒരു ശേഷി ഇപ്പോൾ പാകിസ്ഥാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ടോ? ഇനി എന്തായിരിക്കും യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് തീവ്രവാദ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ തീവ്രവാദി നേതാക്കളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതാണല്ലോ. അതായത് കഴിഞ്ഞ ദിവസം ജെയ്ഷയുടെ താവളത്തിൽ കയറി ഇന്ത്യ അടിക്കുന്നു, ലഷ്കർ ഇ തോയ്ബയുടെ താവളത്തിൽ ആക്രമണം നടത്തുന്നു, ഹിസ്ബുൾ മുജാഹിദീന്റെ താവളത്തിൽ ആക്രമണം നടത്തുന്നു, അൽ ഖ്വയ്ദയ്ക്ക് പ്രസ് റിലീസ് ഇറക്കേണ്ടി വരുന്നു, ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് ഒരുങ്ങണമെന്ന്. അതായത് തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതാണല്ലോ പാകിസ്ഥാൻ ഭരണകൂടത്തെ വലിയ തോതിൽ വിറളി പിടിപ്പിക്കുന്നത്. അതിനൊരു തിരിച്ചടി, ഒരിടത്തെങ്കിലും ആക്രമണം നടത്തി അവരെ തൃപ്തിപ്പെടുത്തുക, അങ്ങനെ ഒരു ശ്രമമായിരിക്കുമോ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാവുക? ഈ പറയുന്നത് പോലെയുള്ള ഒരു സൈനിക നീക്കത്തിനൊക്കെ പാകിസ്ഥാന് ത്രാണിയുണ്ടോ? നമ്മൾ ഇന്ററാക്ഷൻ തുടങ്ങിയ സമയത്ത് പറഞ്ഞതുപോലെ ഇപ്പോൾ പാകിസ്ഥാൻ എന്റെ ആവശ്യം അവരുടെ പബ്ലിക്കിനെ എങ്ങനെയെങ്കിലും ഒരു ഇംപ്രഷൻ കൊടുക്കണം. അവർ പറഞ്ഞിരുന്നതിന്റെ ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകർ, നമ്മൾ ഇന്ത്യയാണ് ആക്രമികൾ എന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ അവർക്ക് പറ്റിയില്ല. അവരുടെ ശേഷിയെപ്പറ്റി, അവരുടെ കേപ്പബിലിറ്റിയെ പറ്റി കാണിച്ചു കൊടുക്കാൻ ഫേസ് 1 കഴിഞ്ഞില്ല, ഫേസ് 2 കഴിഞ്ഞില്ല. അപ്പോൾ അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവരെല്ലാം പ്ലാൻ ചെയ്ത് ഫേസ് 1 അവർ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് മുന്നോട്ട് പോകുന്നില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ഒരു ലെജിറ്റിമേറ്റ് ഗവൺമെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? വാസ്തവത്തിൽ ഇത് മുനീർ ഇടപെട്ട് അവരുടെ ഇലക്ഷൻ ഹൈജാക്ക് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു ഫലം ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കൗണ്ടിങ് ഡേയ്സിൽ രാത്രിയിൽ കൗണ്ടിങ് നിർത്തി പകലായപ്പോഴത്തേക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കോയലേഷൻ രീതിയിൽ ഇമ്രാൻഖാനിന് എതിരായിട്ടുള്ള ആളുകളെ കൊണ്ടൊരു ഗവൺമെന്റ് ഉണ്ടാക്കിക്കാം, അങ്ങനെ ഒരു
ഫലം ഉണ്ടാക്കിച്ചത് അത് റിഗ് ചെയ്തതാണ്. ഇത് റിഗ് ഗവൺമെന്റ് ഇപ്പോൾ ഇരിക്കുന്നത് നോമിനേറ്റഡ് പ്രൈം മിനിസ്റ്റർ ആണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും നവാസ് ഷെരീഫിന്റെ ബ്രദറാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അസെൻഡൻസ് ആയിട്ട് ഒരു കാര്യം. അപ്പോയിന്റഡ് ആണ്, അങ്ങേർക്ക് വോയിസ് ഇല്ല. ആ ഒരു കോൺട്രവേഴ്സ്യൽ ടോക്ക് നമ്മുടെ ജനറൽ മുനീർ നടത്തിയതല്ലോ ഈ പഹൽഗാമിന്റെ ഒരു 4-5 ദിവസം മുമ്പ്. മുസ്ലിങ്ങളുടെ മേൽക്കോയ്മയും ഹിന്ദുക്കൾ വ്യത്യസ്തരാണ്, അത് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഓഡിയൻസിലിരുന്ന് കൈയടിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരു ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് സംസാരിക്കുന്നതിടയിൽ ഓഡിയൻസ് ആയിട്ട് പ്രൈം മിനിസ്റ്റർ ഇരുന്ന് കൈയടിക്കും എന്നൊക്കെ ഉള്ളത്. അതാണ് അവിടുത്തെ നമ്പർ 1 അൺഡിക്ലെയർഡ് ഡിക്റ്റേറ്റർ ജനറൽ മുനീറാണ്. അവർക്ക് അതിനുള്ള ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശക്തിയുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ പവർ ഇൻഡെക്സിലെ മിലിറ്ററി പവർ ഇൻഡെക്സിലെ നമ്പർ 4 ആണ് ഇന്ത്യ. നമ്പർ 12 ആണ് ലോകത്തിൽ ഗ്രേഡ് ചെയ്തിരിക്കുന്ന പാകിസ്ഥാനെ. അതുകൊണ്ടാണ് തുടക്കം മുതലേ നമ്മൾ പറയുന്നത്, സ്ട്രാറ്റജിസ്റ്റ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്, നോ യുവർ സെൽഫ് ആൻഡ് നോ യുവർ എനിമി, നോ എനിമി ഈസ് ഇൻഫീരിയർ. അതനുസരിച്ച് ആയിരിക്കണം നമ്മൾ പ്ലാൻ. അതുകൊണ്ട് പിന്നെ അവർക്കുള്ള സ്റ്റോപ്പിങ്, അവരുടെ ട്രെയിനിങ്, നമ്മളെ പോട്ട് തന്നെ മിറർ ഒരു നമ്മൾ 140 കോടി ഉള്ള ജനങ്ങളുള്ള ഇന്ത്യക്ക് 14 കോടിയാണ് നമ്മുടെ ആർമി ഉള്ളത്. പക്ഷെ അവരുടെ നോക്കൂ 28 കോടിയാണെന്നാണ് എന്റെ കണക്ക്, അവരുടെ ജനസംഖ്യ. അവർക്ക് 6 ലക്ഷമുള്ള ഒരു ആർമിയാണുള്ളത്. അതൊക്കെ അവർക്ക് ആവശ്യത്തിന് ഉപരിയായിട്ടുള്ളതാണ്. അവർക്കും ഈ പറഞ്ഞ പോലെ സ്ട്രൈക്ക് കോർ 2 ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് 3 ഉണ്ടായിരുന്നുള്ളൂ അടുത്തിടെ വരെ. ഇപ്പോഴാണ് മൗണ്ടൻ സ്ട്രൈക്ക് കോർ ഉണ്ടാക്കിയത്. നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ പൈസ, ഒരു പൂർവ്വ സൈനിക എന്ന നിലയ്ക്ക് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഈ ഒരു 1.9 എന്നൊക്കെ പറഞ്ഞത് പോരാ. നമ്മുടെ വി ഹാവ് ടു ഫൈറ്റ് ആർ ഓൺ പവർ. ഇപ്പൊ ഞാനിപ്പോ വരാം. US-ന്റെ റെസ്പോൺസ് ഞാൻ ഇന്ന് രാവിലെ കേട്ടായിരുന്നു. ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് മിസ്റ്റർ വാൻസ് പറയുന്നുണ്ടായിരുന്നു, വി ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് ദിസ് വാർ. ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രോബ്ലമാണ്, അവർ ചെയ്യട്ടെ, അവരെ ആർമി പിൻവലിക്കണമെന്ന് പറയാൻ ഞങ്ങൾ ആരുമല്ല എന്നാണ് അദ്ദേഹം ഇപ്പോഴത്തെ സ്റ്റാൻസ്. പക്ഷെ അതിന്റെ കൂടെ ചേർത്ത് അങ്ങനെ പറയുന്നത്, ഇപ്പൊ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മധ്യസ്ഥതയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ്. അപ്പോ ആ ഒരു മധ്യസ്ഥതയ്ക്ക് പാകിസ്ഥാൻ തയ്യാറാണോ? മധ്യസ്ഥതയ്ക്ക് അവരുടെ വീക്ക്നെസ് മനസ്സിലാക്കി, റിയാലിറ്റി മനസ്സിലാക്കി ഇപ്പൊ നിൽക്കുന്നത് നല്ലതാണ്. പക്ഷെ ഏതായാലും നമുക്ക് പല കാര്യങ്ങളും ഇതുവരെയുള്ള പ്രൊസീഡിങ്സിൽ നമുക്കുണ്ടായിട്ടുണ്ട്. പണ്ടൊക്കെ ഈ പാകിസ്ഥാൻ പഞ്ചാബിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഓപ്പൺ വാർ എന്ന് ഞാൻ അവിടെയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളുടെ വിശ്വാസം അതായിരുന്നു. ഒരു വാർ ഡിക്ലെയർ ചെയ്ത ശേഷമേ നമുക്ക് നമ്മുടെ അപ്പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും അയക്കാനോ ഒക്കെ പറ്റുള്ളൂ. പക്ഷെ ഈ പഞ്ചാബിൽ തന്നെയാണ് ബാവൽപൂർ 100 കിലോമീറ്റർ. അത് ഇന്നലെ 2 ദിവസമായിട്ട് നമ്മൾ പറയുന്നതാണല്ലോ. അപ്പോൾ ടെറർ ഹെഡ്ക്വാർട്ടർ ആണെങ്കിലും ക്യാമ്പ് ആണെങ്കിലും നമ്മൾ അവരെ അറ്റാക്ക് ചെയ്ത് അവരെ നശിപ്പിക്കും എന്നുള്ള ഒരു ലൈസൻസ് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. മുമ്പ് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് 14 നടത്തിയിട്ട് അത് ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. അതൊരു 1 ഓഫ് ആർമി ഓപ്പറേഷൻ ആയിരുന്നു. ബാലക്കോട്ട് ഒരു 1 ഓഫ് എയർഫോഴ്സ് ഓപ്പറേഷൻ ആയിരുന്നു. അത് നമ്മൾ സമാധാനപ്രിയരാണ്. അതുകൊണ്ട് ഇസ്രായേലെ കൂട്ട് ആ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ് നമുക്കില്ല. നമുക്കറിയാം നമ്മൾ ശക്തരാണ്. നമ്മൾ ഇത്രയും അപരരായ ഒരു രാജ്യത്തെ നമ്മൾ അങ്ങോട്ട് ചെയ്യാനുള്ള നമ്മുടെ സംസ്കാരം നമ്മളെ അനുവദിക്കുന്നില്ല. അതാണ് നമ്മളുള്ള നന്മയാണ് നമുക്ക് പലപ്പോഴും എതിരായിട്ട് വരുന്നത്. അപ്പോൾ അവര് ശക്തിയാണെന്നുള്ളത് കരുതിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അവരുടെ ശക്തി എത്രയുണ്ടെന്ന് ഇപ്പൊ 3 ദിവസത്തെ പരാജയങ്ങൾ കൊണ്ടെന്ന് ലോകത്തിന് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് വിശ്വാസം കൂടിയിട്ടുണ്ട്. പിന്നെ FATF-ലേക്ക് അവരെ കൊണ്ടുവരണം. പക്ഷെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ഈ ഒരു 22-ലാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞ ഈ ടെറർ ഫൈനാൻസിങ് ആൻഡ് മണി ലോണ്ടറിങ്ങിനെ ഒക്കെ ചെയ്യുന്ന രാജ്യങ്ങളെ ഗ്രേ ലിസ്റ്റിലാക്കി അവർക്ക് IMF ആൻഡ് വേൾഡ് ബാങ്കിൽ നിന്നുള്ള സഹായങ്ങൾ കിട്ടാതിരിക്കുക എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവന്നത് അവർ ആ ലിസ്റ്റിന്റെ അടുത്ത് അത് 22-ലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ വേറൊരു ട്രാൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ പോകുന്നത്. അതിനെ നമ്മൾ ഇപ്പോഴത്തെ അതിനെ എഫക്ട് ചെയ്യുമെന്ന് ഉള്ള സംശയമാണ്. എനിവേ ഇതിൽ അറിയാൻ പറ്റും അടുത്ത് തന്നെ. അപ്പൊ പാകിസ്ഥാനെ നല്ലൊരു ശത്രുവായിട്ട് കരുതിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ആർമി പ്ലാൻ ചെയ്യുന്നതും നമ്മുടെ ഡിപ്ലോയ്മെന്റും നമ്മുടെ എല്ലാ ത്രെഡ് പെർസെപ്ഷനും എല്ലാം അതുപോലെ തന്നെയാണ്. ഇപ്പൊ ഇതൊരു ഓൺഗോയിങ് ഇവോൾവിംഗ് സിറ്റുവേഷൻ ആയതുകൊണ്ട് അടുത്ത് അവരെന്ത് പ്രകോപനം ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം. അതനുസരിച്ചുള്ള ആക്ഷൻ നമ്മൾ എടുക്കും.
യെസ്, Any more clarification? തീർച്ചയായും അങ്ങനെ ഇന്ത്യ അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സാധാരണക്കാരായ ആളുകൾക്കടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ആണ് ഇപ്പോൾ അതീവ ജാഗ്രത പുലർത്തുന്നത് എന്നുള്ളതാണ്. പഞ്ചാബ് അതിർത്തി സംസ്ഥാനമാണ് എന്നത് നമുക്കറിയാം. അതോടൊപ്പം തന്നെ അയൽ സംസ്ഥാനങ്ങളുടെ പട്ടികയിലേക്ക് വരുന്ന സംസ്ഥാനങ്ങൾ ആണ് ഈ രാജസ്ഥാൻ, ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങൾ. അവിടെയൊക്കെ വലിയ ജാഗ്രത തുടരുന്ന സാഹചര്യം കൂടി ആണ് ഉള്ളത്. ഒപ്പം ബ്രിഗേഡിയർ വേണു നായർ, ഇവിടെ ഈ ഇന്നലെ ഇന്ത്യ നടത്തുന്ന ആക്രമണം, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ഇന്ത്യ യുദ്ധവിമാനങ്ങളടക്കം വെടിവെച്ചു വീഴ്ത്തി എന്നുള്ള വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നതാണ്. പാക് പൈലറ്റുമാർ ഇന്ത്യയുടെ കസ്റ്റഡിയിലാണ്, പിടിയിലാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. അതോടൊപ്പം തന്നെയാണല്ലോ ഈ പാകിസ്ഥാനിൽ നടക്കുന്ന നീക്കങ്ങൾ, നമ്മൾ തുടർച്ചയായി അത് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിൽ തന്നെ ബലൂചിസ്ഥാൻ കൊറ്റ പിടിച്ചെടുത്തു എന്ന റിപ്പോർട്ടുകൾ, പാകിസ്ഥാൻ സൈന്യത്തിനകത്ത് വീണ്ടും അട്ടിമറി നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ, അതൊക്കെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഇതൊക്കെയാണ് ഈ ഫോഗ് ഓഫ് വാർ എന്ന് പറയും. ഒരു മഞ്ഞുമറ ഇപ്പൊ ഉണ്ട്. എല്ലാം ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന നമ്മൾ ആഗ്രഹിക്കരുതൊന്ന്. ഇതുപോലെ പലതും നമ്മൾ കേട്ടു തുടങ്ങിയത് ഈ ബ്രീഫിംഗ് വന്നപ്പോൾ അത് അവര് മിക്കവാറും 90% അവര് സ്ഥിരീകരിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രസ് ഓഫ് ദ സിറ്റുവേഷൻ ഉണ്ടാകണമെന്ന് വിശ്വസിക്കാൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ ദ വാർ ഹാസ് കം ടു, നമ്മളിവിടെ വീട്ടിൽ നിന്നുകൊണ്ട് ഇപ്പോൾ കാർഗിൽ ടൈം മുതലാണ് നമുക്ക് ആ ഒരു ഫെസിലിറ്റി ഉണ്ടാവുന്നത്. ഇപ്പോഴേ സാറ്റലൈറ്റ് അത് ഇതായിട്ട് ഇവിടെ IED ബ്ലാസ്റ്റ് ഇപ്പോൾ ക്വറ്റയുടെ അടുത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായത് നമ്മൾ കണ്ടു. ജാഫർ എക്സ്പ്രസിന്റെ കാര്യങ്ങൾ കണ്ടു. അപ്പൊ അതുപോലെ ഈ ഇന്ന് ഞാൻ ഒരു ടോട്ടൽ അവരുടെ 5 എയർക്രാഫ്റ്റ് നമ്മൾ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഒരു പൈലറ്റെങ്കിലും നമ്മുടെ കസ്റ്റഡിയിലുണ്ട് എന്നൊക്കെയാണ്. എല്ലാം സാധ്യതകൾ നിറഞ്ഞ കാര്യങ്ങളാണ്. അതിന്റെ കൺഫർമേഷൻ കിട്ടുന്നവരെ കാത്തിരിക്കുക. അതൊന്നും ആക്ച്വലി സ്പീക്കിംഗ് അതൊന്നും അത്ര വലിയ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അതൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ കൊലാറ്ററൽ ഉണ്ടാവും, ഇങ്ങനെയുള്ള കാഷ്വാലിറ്റികൾ ഉണ്ടാവും. നമ്മുടെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ പോലെ 100% എയർ ഡിഫൻസ് നിന്നും വിചാരിക്കുന്നത് പ്രാക്ടിക്കൽ അല്ല. അത് ഇങ്ങനെയുള്ള സിനാരിയോകളിൽ എന്തെങ്കിലും ചെറിയ ശതമാനം എന്തെങ്കിലും, അത് ഡ്രോൺ ആണെങ്കിലാകട്ടെ, എയർക്രാഫ്റ്റ്, ആന്റി എയർക്രാഫ്റ്റ് ആകട്ടെ, എല്ലാം കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. അവര് ചില്ലറ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അത് ഇതിന്റെ പാർട്ട് ഓഫ് ദ വാറാണ്. അതാണ് നമ്മൾ മടിച്ചിരിക്കുന്നത്. ഓൾ ഔട്ട് വാറിന് പോകാതിരിക്കുന്നതാണ്. അവര് നമ്മളെ പ്രകോപിപ്പിക്കുന്നത് അവർക്ക് അവരുടെ രക്ഷ എന്ന് വെച്ചാൽ ആർമിയുടെ നിലനിൽപ്പ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒരു ഫേസ് സേവിങ്, ഒരു വിജയം നേടി എന്തെങ്കിലും കാണിച്ചാൽ അവർ നിർത്തുമായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് അവര് ശ്രമിക്കുന്നത്. ഞാനും കേട്ടതാണ് ഈ BLA ക്വറ്റ പിടിച്ചെടുത്തു എന്ന്. അത് ക്വൈറ്റ് പോസിബിൾ ആണ്. എന്താന്ന് വെച്ചാൽ അവിടുന്ന് പിടിച്ചെടുത്തില്ലെന്ന് അവിടുത്തെ ആർമി അവിടുന്ന് മാറിയിട്ടുണ്ട്. എന്റെ ഇൻഫർമേഷൻ അനുസരിച്ച് 2 ഡിവിഷൻ, പാകിസ്ഥാന്റെ 2 ഇൻഫൻട്രി ഡിവിഷൻ ഈ 2 പ്രദേശങ്ങളിലും, ഒന്ന് പക്തൂൺഖ്വായിലും ഒന്ന് കുറച്ച് ഇവിടെ ബലൂചിസ്ഥാനിലും ഈ ആന്റി മിലിറ്ററി ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരുന്നുണ്ട്. പിന്നെ അതിൽ നല്ലൊരു ശതമാനം CPEC, ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ എന്ന് പറഞ്ഞ ആ ഒരു റോഡും അതിന്റെ കൂടെ ഉണ്ടാക്കുന്ന ഇൻഫ്രാസ്ട്രക്ചേഴ്സിനും ഒക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കും, ചൈനീസിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. പക്ഷേ വാറ് വരുമ്പോൾ ഇത് പ്രയോറിറ്റി 2 ആണ്. നമ്മളെ ചൈന ആയിട്ട് വാറുണ്ടായപ്പോൾ ഒരു ഉധംപൂർ ആ സൈഡിൽ നിന്ന് കുറെ RR സെക്ടർ ഒരെണ്ണം അവിടുന്ന് നമ്മൾ ലഡാക്കിൽ കൊണ്ടുപോകേണ്ടി വന്നു. അങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പും ഒരു നെഗ്ലിജൻസും ഉണ്ടായത് കൊണ്ടാണ് റിയാസിയിലെ ചില പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടായത് എന്നുള്ളത് വാസ്തവമാണ്. അതൊക്കെ ഇപ്പോ ഫില്ലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോഗ് ഓഫ് വാറില് നമ്മൾ കേൾക്കുന്നത് ശരിയായിരിക്കാം. എനിക്ക് നമ്മൾ ഇപ്പോ 10 മണിക്ക് നടത്തേണ്ടിയിരുന്ന ആ ഒരു ബ്രീഫിംഗില് കാത്തിരിക്കുകയാണ്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഓവർ ടു യു. യെസ്, വളരെ നന്ദി ബ്രിഗേഡിയർ വേണു നായർ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചതിന്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിലടക്കം എന്തൊക്കെ നീക്കങ്ങൾ എന്നത് കണ്ടറിയണം. താങ്കളുമായി വീണ്ടും ആ ഘട്ടത്തിൽ ബന്ധപ്പെടാം. എന്തായാലും ഇന്ത്യ അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നത്. ഉന്നതതല യോഗങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. സൈന്യത്തിന് കൃത്യമായ നിർദ്ദേശം ഇന്ത്യയുടെ സേനാ വിഭാഗങ്ങൾ, കരസേന,
വ്യോമസേന, നാവികസേന 3 സേനാ വിഭാഗങ്ങൾക്കും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിർത്തികളിൽ അതീവ ജാഗ്രത തുടരുന്നുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചെറുക്കുവാനുള്ള ഒരുക്കങ്ങൾ സജീവമാണ്. കഴിഞ്ഞ രാത്രിയിലും അത് നമ്മൾ കണ്ടതാണ്. എന്ന് മാത്രവുമല്ല, പാകിസ്ഥാന് ചുട്ട മറുപടി നൽകുന്ന തരത്തിൽ പാകിസ്ഥാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യൻ സൈന്യം ഇരച്ചെത്തിയതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ പാകിസ്ഥാന് മറുപടി നൽകാനും ഒരുങ്ങി നിൽക്കുകയാണ് നമ്മുടെ രാജ്യം. ഇടവേള. ഓപ്പറേഷൻ വിജയ് മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ സൈനിക പ്രവർത്തനങ്ങൾ വികസിച്ച വഴികളൊന്ന് പരിശോധിക്കാം. സ്വാതന്ത്ര്യത്തിന് ശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ പ്രധാന സൈനിക നടപടികൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ആദ്യത്തേത് ഫസ്റ്റ് കാശ്മീർ വാർ എന്നറിയപ്പെടുന്ന 1947-48 ഇന്ത്യ പാക് യുദ്ധമാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1947 ഒക്ടോബറിൽ ഗോത്ര സായുധ സംഘങ്ങളും പാകിസ്ഥാൻ റെഗുലേറ്റർമാരും ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറിയപ്പോഴാണ് പാകിസ്ഥാൻ ആക്രമണത്തിനെതിരെ ഇന്ത്യയുടെ ആദ്യ സൈനിക പ്രതികരണമുണ്ടായത്. പാകിസ്ഥാൻ ഓപ്പറേഷൻ ഗുൽമാർഗ് എന്ന് രഹസ്യ നാമകരണം ചെയ്ത ഈ കടന്നുകയറ്റം 1947 ഒക്ടോബർ 27 ശ്രീനഗറിലേക്ക് സൈനിക വ്യോമാക്രമണം നടത്താൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുകയായിരുന്നു. 1949 ജനുവരിയിൽ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ കരാർ ഒപ്പുവയ്ക്കുന്നതുവരെ ഈ ഒരു സംഘർഷം നീണ്ടുനിന്നു. ജമ്മു കാശ്മീരിന്റെ ഏകദേശം 2/3 ഭാഗം ഇന്ത്യയുടെ നിയന്ത്രണത്തിലും ബാക്കിയുള്ള ഭാഗം ഇപ്പോൾ POK പാക് ഓക്കുപൈഡ് കശ്മീർ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുമായി. രണ്ടാമത്തേത് 1965 ഇന്ത്യ പാക് യുദ്ധം.